അച്ഛാ, നാളെ ഞാനും ഇവിടുന്ന് പോവാണച്ഛാ. ദൂരെയുള്ളൊരു മഠത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ നാളെ ആള് വരും അച്ഛാ. അമ്മ പോയ പോലെ അച്ഛനും എന്നെ തനിച്ചാക്കി പോയില്ലേ. ഇനി അപ്പൂന് ആരുമില്ല അച്ഛാ. മഞ്ചാടിക്കൊരു കാര്യങ്ങൾ പെറുക്കിയുണ്ടോ? വേ നടക്ക്. അതൊന്നും ആരും പെറുക്കിണ്ടാവില്ല. ഹായ്, കൊറേ ഉണ്ടല്ലോ. വേഗം പെറുക്കിക്കോ. എടാ ശുക്ര, ഞങ്ങക്കടാ, ഞങ്ങളും ഉണ്ട്. നിങ്ങള് കുന്നിക്കുരും മഞ്ചാടിക്കുരും പെറുക്കി പതുക്കെ വന്നാ മതി. എനിക്ക് പോയിട്ടേ കുറച്ച് പണിയുണ്ട്. ആ പണി എന്താന്നറിയോ? അവന്റെ വയറ് നിറയ്ക്കല. എനിക്കിപ്പൊ മനസ്സിലാക്കി നിങ്ങൾ എന്താ പറഞ്ഞേന്ന്. ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല. ഞാൻ പോവാട്ടോ അപ്പുവേട്ടാ. ആ ഡാ ശുക്കൂറെ, നാളേക്കുള്ളതൊക്കെ എഴുതിക്കോട്ടോ. ആ, ഇനിയിപ്പൊ എഴുതായിട്ടാ. സ്കൂള് നേരത്തെ വിട്ടോ? നേരത്തെ ഒന്നല്ലമ്മ, നേരത്തെ തന്നെ വിട്ട്. എന്താ തിന്നാള്? പഴിച്ചിട്ട് വയ്യ. ആടിന്റെ കരള് വറുത്തതും ചപ്പാത്തി ഉണ്ട്, എടുക്കട്ടെ? അല്ല പിന്നെ അരി വറുത്തതും ചായ ഉണ്ട്, അത് പോയെടുത്ത് കുടിച്ചോ. ചെല്ല്. ഓ, ഇന്നും അതന്നെയാ. അപ്പോ അച്ഛനവിടെ അല്ല, ആ നായരെ പീടിയേക്ക് പാല് കൊടുക്കാൻ പോയതാ. ചായ അവിടെ അല്ലെങ്കിലേ ഇവിടെ വന്ന് കുടിക്കാട്ടോ. പാല് ഞാൻ വന്നിട്ട് കൊടുക്കൂലായിരുന്നോ? അച്ഛൻ പോകണ്ടിരുന്നില്ല. എന്തോ സ്കൂള് വിട്ട് കുഴങ്ങി വരികയല്ലേ, അതുകൊണ്ടായിരിക്കും നമ്പൂരിസം പോയത്. ഇതില് മധുരില്ല. ഓ, ഇതാ വരുന്ന നമുക്കേ. അപ്പോ ജില്ലേ, ഞാനിപ്പോ വരാ, നീ നടന്നോ. എടാ സെക്കൂറേ, ഇജ്ജ് പോയിട്ട് കുറച്ച് പഞ്ചാര വാങ്ങിക്കൊടുന്ന, എന്നിട്ട് പോയി കളിക്കാം. എന്റെ ഉമ്മ മെസ്സി പന്തളിക്കാൻ പോയപ്പോ ഓന്റെ ഉമ്മ പഞ്ചാര മേടിക്കാൻ പറഞ്ഞയച്ചിട്ടില്ല. അതുകൊണ്ട് ഓൻ ഇപ്പൊ വലിയ പന്തളിക്കാരനായി. നിങ്ങളിപ്പോ എന്നെ കളിക്കാൻ വിടാതെ പഞ്ചാര മേടിക്കാൻ പറഞ്ഞയച്ചാല് ഞാൻ പന്തളിക്കാരനാവൂല, വല്ല പഞ്ചാര അടിക്കാരനാവും. ഞാൻ പോവാണ്. എടാ ഹിമാറ, ഇത് വാങ്ങിക്കൊണ്ടെന്ന് പോ. എനിക്ക് മനസ്സില്ല. എന്തേ അമ്മ? ഒരു തരി പഞ്ചാരല്ല, ഉള്ളത് തട്ടിക്കൊട്ടി ആ പഹയന് കൊടുക്കുകയും ചെയ്തു. ഓനോട് വാങ്ങി വരാൻ പറഞ്ഞപ്പോ ഓന് കളിച്ചാനും പോണം. വീരാക്ക വരുമ്പോഴേക്കിന് ഇരുട്ടാകും. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം അമ്മ. നമ്മന്റെ കുട്ടി വാങ്ങിക്കൊണ്ട് നേരി. ഇല്ല, ഈ പദ്യം നാളേക്ക് പഠിച്ചെല്ലാം ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അത് അന്തിക്ക് പഠിച്ചാ പോരെ. ജിണ്ടെങ്കി വാ. ഞാനില്ല, നിങ്ങള് കളിച്ചോ. എന്നാ ശരി. രാമ 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 രാമ. അപ്പോ നീ ചായ കുടിച്ചില്ലേ? എന്നിട്ടതിൽ ഇനിയുണ്ടല്ലോ. അത് അച്ഛനെടുത്ത് വെച്ചാ. ഞാൻ നായരോടന്ന് കുടിച്ചു, ബാക്കി നാമജപം കഴിച്ച് കുടിച്ചോളൂട്ടോ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടിച്ചാൽ നീയാണ്. ആയിഷോ, എടി ആയിഷോ. ഇതാ വരുന്ന മനസ്സാ, ഇങ്ങനെ വിളിച്ചടങ്ങാറാക്കല്ലേ. ഓ, എന്നാ കുറച്ച് കൂർക്കല. ഞാനും പ്രഭാരനും കൂടി അരക്കിലോ വെച്ച വാങ്ങിയതാ. ഇത് ചെന്ന് വേഗം ഉപ്പേരിണ്ടായിക്ക. രാവിലെ പോയിട്ട് കൊണ്ടുവന്ന നല്ല കോളാണ്. കൂർക്കല്. എന്താടാ ഹിമാറേജ് പറഞ്ഞ്? കൂർക്കല്. അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലേ ഉള്ളൂ എന്റെ ഉമ്മാന്റെ ഗുണാണ് കിട്ടിയത്. ഇന്റെ നന്നത്തെ കരിക്കോളി രണ്ടാളും. എന്താടാ എനിക്ക് പഠിച്ചത് ഓതാനൊന്നുമില്ലേ? പോയി ഓതിക്കോ. എവിടുന്ന നിങ്ങക്ക് പ്രഭാകരനെ കിട്ടിയത്? ഓനും പോന്നിരുന്നോ കച്ചവടത്തിന്? ഓൻ പണി കയറി പോരായിരുന്നു പള്ളിന്റെ അവിടുന്ന്. വെള്ളാരം കുണ്ടിലെത്തിയപ്പോ ഓനെ കണ്ട്. ഈ ലേശം വെള്ളം ചൂടായിക്ക, ഒന്ന് കുളിക്കട്ടെ. എന്താ സംഭവിച്ച? വല്ലാണ്ട കൊരക്കിന്. ഒന്നുമില്ല ബീരാങ്ക, അച്ഛന്റെ ഗുളിക തീർന്നു, അപ്പൊ ചുമ കൂടിയതാ. എന്നാ പറയണ്ട നമ്പൂരിച്ച, ഞമ്മൾ ഇക്കണ്ട ദുനിയാവൊക്കെ കറങ്ങിയിട്ടാ വരുന്നതെന്ന്. ഞമ്മള് കൊണ്ടത്തല്ലേന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ. സാരല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വൈദ്യുതി ഒന്നുകൂടെ പോയി കാണണം. അച്ഛ എണീക്കൂ, ഈ ചായ കുടിക്കാം.
അപ്പു സ്കൂളിൽ പോയിക്കോ. അച്ഛൻ ബീരാക്കനെയും പ്രഭാകരനെയും കൂട്ടി വൈകുന്നേരം പോയി കണ്ടോളാം. അച്ഛൻ ചായ കുടിക്ക്. എന്താ നമ്പൂരിച്ച? ഞാൻ സ്കൂളിൽ പോണില്ലമ്മ. അച്ഛൻ ഈ സ്ഥിതി കണ്ടിട്ട് ഞാൻ എങ്ങനെയാ? എന്റെ സ്കൂളിൽ പോയിക്കോ. നമ്പൂരിച്ചനെ നോക്കാൻ ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. ഞങ്ങള് കൊണ്ടേക്കോളാം. അതാ ഞാനും പറയണത്. ഇപ്പൊ അത്രയ്ക്ക് വല്ല വയ്യായൊന്നുമില്ല. അപ്പേട്ടാ പൂവല്ലേ? പ്രഭാകര, അനക്കിന്ന് പണിയില്ലേ? ഇല്ല, ഫാദർ നാട്ടിൽ പോയതാ. അവരുടെ മഠത്തിലെന്തോ കാര്യത്തിന്. മക്കള് പോയിക്കോ. ചെല്ലപ്പോ. അപ്പു സ്കൂളിൽ പോയിക്കോ. എനിക്കിന്ന് പണിയില്ല. നമ്പൂരിശനെ ഞാൻ കൊണ്ടുപോയിക്കണം വൈദ്യുരടുത്തേക്ക്. പോയിക്കോ. ചെല്ലു മക്കളെ. നമ്പൂരിച്ചനെ നല്ല സൂക്കടുണ്ട് കേട്ടോ. എന്നാ വൈകിക്കണ്ട, പെട്ടെന്ന് വൈദ്യുരത്ത് കൊണ്ടുപോവാം. ഭക്തി കൊണ്ടെങ്കിൽ പ്രസാദിക്കയില്ല കിലേശൻ. സ്കൂളിലേക്ക് ആരാ പോയത്? കളരിക്കല മണി പോയിക്കണം. ചിത്രഭാരവും എന്താണുമ്മ? എന്റെ അച്ഛനെന്താ? അച്ഛന്റെ അപ്പ വിളിക്കണ. എന്റെ അച്ഛ. നമ്പൂരിമാരാകുമ്പോ ദഹിപ്പിക്കാറല്ലേ പതിവ്? അതിനൊക്കെ സ്വന്തമായിട്ട് പൊരയും തൊടിയൊക്കെ ഉണ്ടാവും. ഇതിപ്പോ വാടകയ്ക്കല്ലേ. നമ്മളെ പഞ്ചായത്തിന് ചുടലപ്പറമ്പില്ലേ, അവിടെ പിന്നെ ആരെയും കൊണ്ടുപോയി വെക്കാലോ. അവിടെ കത്തിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, കത്തിച്ചാലും മറവ് ചെയ്താലും എല്ലാരും പടച്ചോന്റെ അടുത്തേക്കല്ലേ പോണത്. പ്രഭാകര, ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ഞങ്ങൾ അവിടെ നിന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അവിടെ ചെയ്യാൻ പറ്റിയ അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടേ ഞങ്ങൾ വരൂ. പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൽ യോജിച്ചു പ്രഭാര, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടു. ഇനി വഹിക്കണോ? വേണ്ട, ഞാൻ മോനെ വിളിക്കാം. വാപ്പു, എനിക്ക് അച്ഛനെ കർമ്മം ചെയ്യുന്നേരായി. വാ. അടുത്തോളി. അപ്പോ അല്ല, നമ്മള് പിടിച്ചാല് എന്താ? നമ്മൾ പിടിച്ചാല് അല്ല, ഓല് നമ്പൂരിമാരല്ലേ? അപ്പോ നമ്മളെല്ലാരും മനുഷ്യരാണ്, അത് മാത്രം ചിന്തിച്ചാ മതി.
അപ്പോ ഉമ്മ കഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്ക്. വാ. ഞാനിപ്പോ വരാം അമ്മ. ആ ബീരാക്ക. ആ കേറി വാ പ്രഭാകര, ഇരിക്കേ. പോയ കാര്യം എന്തായി? ഞാനിന്ന് ഫാദറുമായി അപ്പൂൻ്റെ കാര്യം സംസാരിച്ചു. ഫാദറെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും നാളെ വരാന്നാ പറഞ്ഞത്. അൽഹംദുലില്ലാ, അതേതായാലും നന്നായി. ഓൻ പടച്ചോൻ കാവലുള്ള കുട്ടിയാ, അതാ പെട്ടെന്ന് ശരിയായത്. പറഞ്ഞയക്കാൻ പൂതിണ്ടായിട്ടല്ലോ, അല്ലാതെ ഇപ്പം വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇതിപ്പോ എങ്ങനെയാ പൈതലിനോട് പറയണത്? ഈ ജൈന മട്ടം പോലെയാണ് പറഞ്ഞോളെ പ്രഭാകര. ഓന് നല്ലത് വരാനല്ലേ. അപ്പോ ഒന്നുകൂടെ വന്നേ. എന്താ പ്രഭാകരേട്ടാ? അന്റെ കാര്യത്തില് ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് മോന്റെ നന്മയ്ക്കാ, അത് ഈ കേക്കണം. ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോ കേൾക്കുന്നുള്ളോണ്ടല്ലേ ഞങ്ങള് ഫാദറിന്റെ അടുത്ത് നിന്നെപ്പറ്റി പറഞ്ഞത്. മോനെ, നിന്നെ ഫാദറിന്റെ ഒപ്പം വേറെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാണ്. അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ഭക്ഷണം കിട്ടും. ഇവിടെ ഇനി പറഞ്ഞയക്കാൻ പൂതി ഉണ്ടായിട്ടല്ല കുട്ടി. അവിടെ ആവുമ്പോ എന്റെ കുട്ടിക്ക് ഇതിലും നല്ല നിലയിൽ കഴിയാം. മോള് സങ്കടപ്പെടണ്ട. അപ്പേട്ടനെ ഇടയ്ക്കൊക്കെ പോയി കാണാം നമുക്ക്. അപ്പേട്ടനെ നമ്മുടെ വീട്ടില് നിർത്തിക്കൂടെ അച്ഛാ? അങ്ങനെ നിർത്താൻ പറ്റില്ല മോളെ. എന്നിട്ട് നാളെ അവര് വരൂ ഏട്ടാ കൊണ്ടുപോവാൻ. എന്താപ്പ ചെയ്യ? ആ കുട്ടീന്റെ വിധി പാവം. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, എല്ലാം അനാഥരാ. ഇന്ന ജാതിന്നോ മതന്നോ ഒന്നുമില്ല, എല്ലാരുണ്ട്. ഇടയ്ക്ക് അപ്പേട്ടനെ അങ്ങോട്ട് കൊണ്ടുവന്നൂടെ അച്ഛാ? ഇത്രയും ദിവസം ഒരുമിച്ച് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവരെ വിട്ടു പോകുമ്പോ ഒരുപാട് സങ്കടാവും അതിന്. എന്താ ചെയ്യ? അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. വാ മോളെ, എന്തേലും കഴിക്കാം. വാ ഏട്ടാ. മോളെ വാ. അവിടെ ചെന്നു കഴിഞ്ഞാ ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോ ഈ മായക്കുട്ടിയെ മറക്കൂ അപ്പേട്ടാ? മറക്കാനോ? മായക്കുട്ടിയെ മാത്രല്ല ആരെയും ഞാൻ മറക്കില്ല. അപ്പേട്ടൻ വലിയ ആളാകുമ്പോ ഇങ്ങോട്ടൊക്കെ വരുവോ? അതോ? പിന്നല്ലാതെ ഞാൻ എവിടെ പോവാനാ മായക്കുട്ടി? എനിക്ക് വേറെ ആരാ ഉള്ളത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും മായക്കുട്ടിയെ കാണാൻ. അതപ്പേട്ടൻ വെറുതെ പറയണതാ. അച്ഛൻ പറഞ്ഞല്ലോ ഒരുപാട് ദൂരെയാണ്, വരാനൊന്നും പറ്റില്ലാന്ന്. അതൊക്കെ വെറുതെ പറയണതാ. എന്നാ ഇത് മായക്കുട്ടി എടുത്തോ. ഹായ്, ഇത് അപ്പൂട്ട് സൂക്ഷിച്ചിരുന്ന മഞ്ചടിച്ചപ്പല്ലേ? ഇനി ഇത് നീ എടുത്തോ. ആ അത് ഓക്കെ കൊടുത്ത നന്നായി. അവിടെ കുന്നിക്കുരു മഞ്ചടിക്കുരൊന്നും കിട്ടൂല. അവിടെ അച്ചായം കുട്ടികളല്ലേ എല്ലാം. ഓരെന്റെ പൂണൂല് കണ്ട കളിയാക്കൂലേ? ഈ ബോംബ് അത് ഊരി കളഞ്ഞോണ്ട്. അങ്ങനെ എല്ലാരും അച്ചായന്മാരൊന്നുമില്ല, എല്ലാ കുട്ടികളും ഉണ്ടെന്ന് എന്റെ അച്ഛൻ പറഞ്ഞല്ലോ, അല്ലേ അപ്പൂട്ടാ? അപ്പോ മോൻ സങ്കടപ്പെടണ്ട. മോന്റെ പെട്ടിയും ബാഗും എല്ലാം എടുത്തോണ്ട് വാ. ചെല്ലേ. ഓ ജീസസ്.
അപ്പോ അതഴിക്കേണ്ട കാര്യമില്ല കുഞ്ഞേ. ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് അച്ഛൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അവിടെ നിന്റെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. ഓരോ ഇഴകൾ ചേർന്ന് ഈ പൂണൂല് പോലെ നമ്മളെല്ലാം ഒന്നാണ്. ഓരോ മനുഷ്യനും അവന്റെ ഉള്ളിലെ ദുഷ്ചിന്തകൾക്കും പ്രവൃത്തികൾക്കും കുറുകെ ഓരോ പൂണൂല് ധരിക്കുകയും അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ ഈ ലോകം എന്നും നന്മകളാൽ സമൃദ്ധമായി തീരും. ഇതകത്തോട്ടിട്. വാ. നടക്ക്. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. മോനെ, എന്റെ കുട്ടി വലിയ ആളായിട്ട് വേണം ഇമ്മാക്ക് എന്റെ അടുത്തേക്ക് വരാന്. ഈ ശുക്കൂർ സൈത്താന്റെ കൂടെ ഞാൻ നിൽക്കൂല. മോക്കാരേത് പോ. ഞങ്ങളൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് വരും. മോ സങ്കടപ്പെടണ്ട. മോനെ ബാഗ് പോ. വാ. നടക്ക്. എന്റെ മോനെ നല്ലോണം നോക്കണട്ടോ. തീർച്ചയായും അമ്മ. കേറ് മോനെ. പാവം കുട്ടി.